ബുദ്ധന്റെ 7 പണരഹസ്യങ്ങൾ എന്നത് ബുദ്ധന്റെ ഉപദേശങ്ങൾ ആധുനിക ജീവിതത്തോട് ബന്ധപ്പെടുത്തി സാമ്പത്തിക ബോധ്യത്തിനും സമൃദ്ധിക്കും വഴികാട്ടുന്ന രീതിയിലാണ് പലരും വിശദീകരിക്കുന്നത്. ബുദ്ധൻ നേരിട്ട് പണം സംബന്ധിച്ച രഹസ്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ധർമ്മം സാമ്പത്തിക സംവേദനത്തിനും ജീവിത സമൃദ്ധിക്കും പ്രായോഗിക മാർഗങ്ങൾ നൽകുന്നു. 1. സമ്പത്ത് ശരിയായ മാർഗത്തിൽ സമ്പാദിക്കുക. റൈറ്റ് ലൈവ്ലിഹുഡ്, സമ്യക് ആജീവനം. ബുദ്ധൻ പറഞ്ഞത് ധർമ്മത്തിന് വിരുദ്ധമായ മാർഗങ്ങളിൽ പണം സമ്പാദിക്കരുത്. അതായത് അഴിമതി, ചതിയൻ വ്യാപാരം, നാശകാരക ഉൽപ്പന്നങ്ങൾ, ആയുധങ്ങൾ, മദ്യം മുതലായവ എന്നിവ ഒഴിവാക്കണം. ധർമ്മപരമായ തൊഴിൽ ആകരുത് ദീർഘകാല സമ്പത്ത്. ചെലവിൽ മിതത്വം പാലിക്കുക. ബുദ്ധൻ പറഞ്ഞു, മിതമായി ജീവിക്കുക, അധിക ആഗ്രഹങ്ങൾ നിയന്ത്രിക്കുക. പണമുണ്ടാക്കുന്നത് മാത്രം മതിയല്ല, അത് സൂക്ഷ്മമായി ഉപയോഗിക്കണമെന്നും പാഴാക്കരുതെന്നും. മിതത്വമാവരുത് സാമ്പത്തിക സ്ഥിരത. 3. ദാനം ചെയ്യുക. ബുദ്ധൻ ദാനം ഏറ്റവും മഹത്തായ ധർമ്മമാണെന്ന് പറഞ്ഞു. ദാനം ധനം കുറയ്ക്കുന്നില്ല, അത് മനസ്സിനെയും സമൂഹത്തെയും സമ്പന്നമാക്കുന്നു. ദാനം ആത്മസമ്പത്ത്, ധനസമ്പത്ത്. 4. കൃതജ്ഞതയും സംതൃപ്തിയും. ബുദ്ധൻ പറഞ്ഞു, സന്തോഷം ധനത്തിലല്ല, സംതൃപ്തിയിലാണ്. എത്ര ഉണ്ടെങ്കിലും മതിയെന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ സമ്പത്ത് അനുഭവിക്കാനാവൂ. സംതൃപ്തിയാവരുത് സമ്പത്തിന്റെ ഉറവിടം. ജാഗ്രതയോടെ നിക്ഷേപിക്കുക. പണം വന്നാൽ അത് വെറുതെ ചെലവാക്കാതെ മുൻകൂട്ടി ചിന്തിച്ച് ഉപയോഗിക്കുക. ബുദ്ധൻ പ്രജ്ഞ, വിസ്റ്റം പ്രാധാന്യമർഹിക്കുന്നു. പണം, സമയം, പരിശ്രമം എല്ലാം വിവേകത്തോടെ വിനിയോഗിക്കുക. പ്രജ്ഞ ആവരുത് സാമ്പത്തിക സുരക്ഷ. 6. കടബാധ്യതയിൽ നിന്ന് വിട്ടുനിൽക്കുക. അവോയ്ഡ് ഡെറ്റ്. ബുദ്ധന്റെ ഉപദേശം, കടമെടുക്കുമ്പോൾ അത് മനസ്സിനെ അടിമയാക്കും. കഴിയുന്നത്ര കടമൊഴിവാക്കി സ്വയം നിർഭരമാകുക. സ്വാതന്ത്ര്യമാവരുത് കടമില്ലായ്മ.